അല്ല, നമ്മളെ വന്ന പിന്നെ മൂപ്പതിന്റെ ഇവിടെ ഒന്നും കണ്ടില്ലല്ലോ. അതിന് ഏത് സമയം അടുക്കളയിൽ കാണുന്നതാ. അത് ശരിയാണല്ലോ, വന്ന പിന്നെ ഏട്ടൻ പിന്നെ കണ്ടില്ല. ഇനി നമ്മള് പോയ സമയത്ത് ഒരു വീട്ടിൽ പോയോ? പിന്നെ അതിന് അമ്മ സമ്മതിച്ചിട്ട് വേണ്ടേ? അമ്മേ, പൂജേച്ചി എവിടെ? അയ്യോ മക്കളെ, നിങ്ങൾ വന്നത്രയ്ക്ക് എനിക്ക് പറയാൻ വിട്ടുപോയി. അവൾക്കേ വിശേഷം ഉണ്ടെന്നാ തോന്നുന്നത്. പീരിയഡ്സ് ഒരാഴ്ച വൈകി. എന്നിട്ടിപ്പോ ഏട്ടനും ചേച്ചിയും കൂടി ചെക്ക് ചെയ്യാൻ വേണ്ടി പോയതാ ഹോസ്പിറ്റലില്. അമ്മേ, ചേച്ചിക്ക് എത്ര ദിവസം പീരീഡ്സ് വൈകുന്നാ പറഞ്ഞേ? മോളെ ഒരാഴ്ച വൈകിയെന്നാണ് അവള് പറഞ്ഞത്. പിന്നെ നമ്മളെല്ലാവരുടെയും പ്രാർത്ഥനയുണ്ടല്ലോ, പോസിറ്റീവ് ആയാൽ മതിയായിരുന്നു. അത് ശരിയാ, ഒരു കുഞ്ഞിക്കാലിന് വേണ്ടി എല്ലാവരും കുറെ ആയില്ലേ ഈ വീട്ടിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട്. അമ്മ പേടിക്കണ്ട, ഇതെന്തായാലും പോസിറ്റീവ് ആകും. ഓ, എന്റെ മോളുടെ നാവ് പൊന്നാകട്ടെ. ഭഗവാൻ ഒരു ആൺകുട്ടി ആയാൽ മതിയായിരുന്നു. അല്ലമ്മേ, ചേച്ചിക്ക് ഇപ്പൊ പോസിറ്റീവ് ആയി കഴിഞ്ഞാലേ പഴയ പോലെ ഇവിടുത്തെ ജോലികളൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. എന്തായാലും 3 മാസത്തെ റെസ്റ്റ് പറയും ഡോക്ടർ. അപ്പൊ നമുക്കിവിടെ ഒരു ജോലിക്കാരനെ വെച്ചാലോ, പണികളൊക്കെ ചെയ്യാനായിട്ട്? അതിന്റെ ഒന്നും ആവശ്യമില്ല മോളെ, നമുക്ക് മാറി മാറി ചെയ്യാം. നമ്മൾ രണ്ടാളില്ലേ? അമ്മ ജോലിക്കാരനെ വെക്കണ്ടായിരുന്നു അല്ലേ? അതിന്റെ അർത്ഥം മനസ്സിലായ? ചേച്ചിയേറ്റ പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞു വന്നാണ്ടല്ലോ, പിന്നെ ഈ വീട്ടിൽ എല്ലാ പണിയും നീ ചെയ്യേണ്ടി വരും കേട്ടോ. ആദ്യമൊക്കെ അമ്മ സഹായിക്കാൻ പറയും, കൂടിപ്പോയ 1 മാസം. അത് കഴിഞ്ഞപ്പോ ഏട്ടത്തിയമ്മ കഷ്ടപ്പെടുന്നില്ലേ, അതേപോലെ നീ ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരും. 3 മാസം ഒന്നല്ല മോളെ, അതായത് ആദ്യത്തെ കുഞ്ഞാണ്. 9 മാസം വരെ അമ്മ ഒരു പണി ചെയ്യിപ്പിക്കില്ല. എന്റെ പൊന്നു മോളെ, ഇത് നിനക്കുള്ള പണിയാ. ഇനിയിപ്പൊ നമ്മൾ എന്താ ചെയ്യാ? എനിക്കൊന്നും പറ്റില്ല ഈ വീട് ജോലി ഒന്നും ചെയ്യാൻ. എന്തെങ്കിലും ഒരു വഴി പറയട്ടാ. ഇനിയിപ്പോ ഒറ്റ വഴിയുള്ളൂ, നീ പ്രഗ്നന്റ് ആയിട്ടൊന്ന് അഭിനയിക്ക്. ഒന്നുമില്ല, ആ വാഷ് ബേസിലൊന്ന് ഒറ്റിയതായി, പിന്നെ കുറച്ച് ക്ഷീണം കാണിക്കും, ബാക്കി ഞാൻ ഏറ്റു. ഏട്ടൻ എന്താ ഈ പറയുന്നത്? എത്ര കാലം ഇങ്ങനെ അഭിനയിക്കും പറഞ്ഞിട്ടാ? ഇവിടെ ഉള്ളവരൊക്കെ മണ്ടന്മാരെന്ന് വിചാരിച്ചാ? വേറെ എന്തെങ്കിലും വഴി പറയട്ടാ. ഓ, താനിങ്ങനെ ടെൻഷൻ അടിക്കണ്ട, ഒന്ന് സമാധാനപ്പെട്. എന്തായാലും റിസൾട്ട് അറിയട്ടെ, അത് കഴിഞ്ഞ് തീരുമാനിക്കാം. ഞാൻ ഏട്ടനെ വിളിച്ചോട്ടെ. ഏട്ടൻ എടുക്കുന്നില്ലല്ലോ, എന്താ ചെയ്യാ? എന്നാ പൂജേച്ചിന്റെ നമ്പറിലൊന്ന് വിളിച്ചു നോക്ക്. അതിന് പൂജേച്ചിന്റെ മൊബൈൽ കംപ്ലൈന്റ് ആണോ? ഏട്ടൻ റിങ് ചെയ്തിട്ട് എടുക്കുന്നില്ല. ഇനിയിപ്പോ നമ്മളെ തിരിച്ചെത്തിയ കാര്യം അറിഞ്ഞിട്ട് മനഃപൂർവ്വം എടുക്കാത്താണോ? അങ്ങനെയൊന്നും ആയിരിക്കില്ല. തീനുമായിട്ട് നിങ്ങളെ പോലെ കുരുട്ട് ബുദ്ധിയാണെങ്കിലും പൂജേച്ചി ഒരു പാവാ. നമ്മളെ വിളിക്കണം അറിഞ്ഞ എന്തായാലും എടുക്കാനേ പറയൂ. ഇതിപ്പോ ഹോസ്പിറ്റലിൽ എന്തായാലും വല്ല ചെക്കിങ് തന്നെ ആയിരിക്കും. എന്തായാലും റിസൾട്ട് അറിയാണ്ട് ഒരു സമാധാനം കിട്ടുന്നില്ലല്ലോ. നെഗറ്റീവ് ആയാ മതിയായിരുന്നു. ഓ, ഞാൻ ഒന്നുകൂടി വിളിച്ചു നോക്കട്ടെ. മക്കളെ, കൊറേ സമയം ഈ ഫോൺ റിങ് ചെയ്യണു. ഇതൊന്ന് ആരിന്റെ നോക്ക്. ആ ദിനുവേട്ടന്റെ ഫോണാണല്ലോ അമ്മേ. ഏട്ടാ, ഇനി വിളിക്കണ്ട, അവർ ഫോൺ എടുത്തിട്ടില്ല. എന്താ അമ്മ അത്? ഏട്ടാ ഫോൺ എടുക്കാനാണോ ഹോസ്പിറ്റലിൽ പോയത്? വിവരം അറിയാൻ വേണ്ടി എത്ര പ്രാവശ്യം ഞാൻ വിളിക്കുന്നത്? പോകുന്ന തിരക്കിലെ പാവങ്ങൾ മൊബൈൽ എടുക്കാൻ മറന്നിട്ടുണ്ടാവും. ഇനി വന്നിട്ട് വേണ്ട വിശേഷങ്ങൾ അറിയണമെങ്കിൽ എന്തായാലും മക്കൾ വന്ന ഭക്ഷണം കഴിക്കേ. ഇപ്പൊ എന്താ ചെയ്യാ? എന്ത് ചെയ്യാൻ? അവര് വരുന്നവരെ കാത്തിരിക്കന്നെ. മക്കള് കഴിച്ചോ, ഞാൻ എന്തായാലും അവര് വന്നിട്ടേ കഴിക്കും.
അല്ല, അമ്മക്ക് രാവിലെ മരുന്നൊക്കെ കഴിക്കാനുള്ളതല്ലേ, എത്ര നേരമായിട്ട് കഴിക്കാതിരിക്കാം? അവരെന്തായാലും ഹോട്ടലിൽ നിന്നൊക്കെ കഴിച്ചിട്ട് പതുക്കെ വരുള്ളൂ. അമ്മ ഇരിക്കി, കഴിക്കാം. വേണ്ട മോളെ, എനിക്ക് അവര് വരേണ്ട ഒരു സമാധാനം. അതൊന്നും പറഞ്ഞ ശരിയല്ല. അമ്മ ഇവിടെ ഇരിക്കി. നിങ്ങൾ പതുക്കെ കഴിക്കും മക്കളെ, അമ്മ എനിക്കട്ടെ. അമ്മന്റെ പ്ലേറ്റ് കഴുകി കൊടുക്ക്. പിന്നെ എനിക്കൊന്നും കഴിയില്ല. ഇപ്പൊ നീ കഴുകിയില്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ഇവിടുത്തെ അടിവ് പണിച്ചിട്ട് പോയി സോപ്പിട്. ചെല്ലി സതിപ്പോ അമ്മ എന്തൊക്കെ ചെയ്യുന്നത്? ഞാൻ ചെയ്തോളാം. പോയിരുന്നോ? അത് സാറില്ല മോളെ, മക്കൾ എന്ന് വന്നല്ലോ, പോയി റെസ്റ്റ് എടുക്കുക, അമ്മ ചെയ്തോളാം. എന്നതിനോട്ട് എവിടെ നിർത്തിയേ? കൊറേ ആയല്ലേ നമ്മൾ വീട്ടിൽ നിന്നൊക്കെ പുറത്തിറങ്ങിയിട്ട്. നമുക്കേ ഇവിടെ കുറച്ച് ഇരുന്നിട്ട് പോവാ. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ഇതിനുവേട്ടാ, ഇതൊന്നും ആയിരിക്കില്ല എന്ന്. ഡോക്ടർ എന്താ പറഞ്ഞ്? മെന്റൽ സ്ട്രെസ് കൊണ്ടാണ് പീരിയഡ്സ് വൈകണമെന്നല്ല. അത് അമ്മയ്ക്ക് പ്രതീക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ എനിക്ക് ആദ്യം അറിയായിരുന്നടാ. ഇതല്ലാന്ന് ഇവിടെ കല്യാണം കഴിഞ്ഞിട്ട് കൊറേ ആയില്ലേ, എനിക്ക് ഇതുവരെ ഒരു സന്തോഷം കിട്ടിയിട്ടില്ലോ. ആ അടുക്കളയിൽ തന്നെ ഇങ്ങനെ പണിയെടുത്തോണ്ടിരിക്കല്ലേ. നമുക്കേ ഇവിടേക്ക് ഇരുന്ന് റിലാക്സ് ആയിട്ട് പോവാം. അപ്പൊ തന്നെ സ്ട്രെസ് ഒക്കെ കുറയും. അല്ല ഇതിനുവേണ്ട ഫോണും എടുക്കാണ്ടല്ലേ വന്നത്? ഇത് ഓഫീസ് ഫോണിൽ, ഇതിന്റെ നമ്പറാണ് അമ്മയ്ക്ക് അറിയില്ല. ഒരു കാര്യം ചെയ്യും, ഇതൊന്ന് വിളിച്ചു പറയും, അമ്മയ്ക്ക് സമാധാനം ആയിക്കോട്ടെ. അല്ലെ ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ടാവും അവിടെ. വേണ്ട, ഈ ഫോണിൽ വിളിക്കാൻ നിൽക്കണ്ട. ഈ നമ്പർ വീട്ടിൽ ആർക്കും അറിയില്ല. ഞാൻ എന്റെ ഫോൺ മനഃപൂർവ്വം വീട്ടിൽ വെച്ചതാ, ഇവിടെ കുറച്ച് സമാധാനം കിട്ടാൻ വേണ്ടിട്ട്. അതല്ല ഇതിനുവേട്ടാ, നീ ഒന്നും മിണ്ടാണ്ടിരുന്നേ. കുറച്ച് മനസമാധാനം കിട്ടാൻ വേണ്ടിട്ട് നമ്മൾ ഈ പാർക്കിലേക്ക് വന്നത്. അതിന്റെ ഇടയ്ക്ക് അവള് എനിക്കിപ്പോ അതൊന്നല്ല, ആ രണ്ടെണ്ണം എത്തിയിട്ടുണ്ടാവും വീട്ടിൽ ടൂർ കഴിഞ്ഞിട്ട്. ഇനിയിപ്പോ നീ അവരെയും കൂടെ വേലക്കാരി ആവണ്ടെന്ന് വിചാരിച്ചിട്ടാ. അതൊന്നും സാരില്ല, വേറെ ആരും അല്ലല്ലോ, നമ്മുടെ അനിയനും അനിയത്തിയും തന്നെ അല്ലേ. അവർക്ക് വേണ്ടി പണിയെടുക്കണില്ല, എനിക്ക് വിഷമമൊന്നുമില്ല. നല്ല അനിയനും അനിയത്തിയും. എടി നിനക്ക് അറിയാൻ പാടില്ലാണ്ട് അവരെ അമ്മേനെ സോപ്പ് എടുക്കുന്ന രണ്ട് ഉടായ്പകളാ അവര്. അങ്ങനെയൊന്നും പറയല്ലേ ഇതിനുവേട്ടാ. നമുക്ക് കിട്ടാത്ത ഭാഗ്യം അവർക്കെങ്കിലും ഉണ്ടാകട്ടെ. അങ്ങനെയെങ്കിലും അമ്മയ്ക്കൊന്ന് സന്തോഷമാവുമല്ലോ. നീ എന്തീ പറയുന്നത്? നിനക്ക് ഒരു ബോധമല്ലേ? അവർക്ക് എങ്ങാണ്ട് ആൺകുട്ടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അമ്മയുള്ള സ്വത്ത് മുഴുവൻ അവർക്ക് എഴുതി കൊടുക്കും. സ്വത്തൊന്നും വേണ്ട ഇതിനോട് നല്ല ജോലിയില്ലേ, നമുക്ക് ജീവിക്കാൻ അതന്നെ മതി. നീ എന്തറിഞ്ഞിട്ടേ പറയുന്നത്? അച്ഛനായ കാലത്തെ ഒരുപാട് സ്ഥലം വാങ്ങിക്കൂടിയുണ്ട്, അതൊക്കെ അമ്മേന്റെ പേരിൽ എഴുതി കൊടുത്തിരിക്കുന്നത്. നീ വിചാരിക്കുന്ന സ്വത്തൊന്നല്ല വീട്ടിലുള്ളത്. അവർക്ക് കുട്ടികളുണ്ടായിക്കോട്ടെ, പക്ഷെ അത് പെൺകുട്ടിയായ മതിയായിരുന്നു. അല്ല ഏട്ടാ, ഇപ്പൊ പോയിട്ട് കുറെ നേരമായില്ലേ? വരേണ്ട സമയമൊക്കെ എപ്പോഴേ കഴിഞ്ഞു. ഫോണാണെങ്കിൽ ഇതാ ഇവിടെയും വെച്ചിട്ട് പോയിരിക്കാം. എനിക്ക് എന്തോ ഒരു ഡൗട്ട് തോന്നുന്നുണ്ട്. ഇവര് കരുതിക്കൂട്ടി ഉടായിപ്പം തോപ്പിച്ചിട്ടേ കറങ്ങാൻ പോയിട്ടുണ്ടാവും. അങ്ങനത്തെ മണ്ടത്തരൊന്നും അവര് ചെയ്യില്ല. അങ്ങനെ ചമ്മന്റെ വായി നേർക്ക് വെക്കും. അത് ഏട്ടൻ നല്ല പോലെ അറിയാം. എനിക്കൊന്ന് ഹോസ്പിറ്റലിൽ തിരക്കായിട്ട് വൈകിയായിരിക്കോ? അല്ലെങ്കിൽ തന്നെ സമാധാനം പോയിരിക്കാം. ഇനിയിപ്പോ പോസിറ്റീവും കൂടി ആയിക്കഴിഞ്ഞാ ഈ വീട്ടിലെ പണി മൊത്തം ഞാൻ ചെയ്യേണ്ടെന്ന് ആലോചിക്കുമ്പോഴാ. ഓ, നിനക്ക് എങ്ങനെയും ജോലി ചെയ്യാൻ ചിന്തയുള്ളേ. ഈ സ്വത്തുക്കൾ മുഴുവൻ അമ്മന്റെ പേരിലാണ്. അവർക്ക് എങ്ങനെ ആൺകുട്ടി ജനിച്ചിട്ടുണ്ടല്ലോ, ഇതിന്റെ ഭൂരിഭാവം അവർക്ക് കൊടുക്കും. അത് അമ്മ എപ്പോഴോ പറഞ്ഞു വെച്ചാ. പെൺകുട്ടികൾ നമുക്ക് തീരെ ഇഷ്ടമല്ല. ഭഗവാനെ, അവർക്ക് പെൺകുട്ടിയായല്ലോ, നമ്മ രക്ഷപ്പെട്ടു. പിന്നെ അമ്മ തിരിഞ്ഞു നോക്കില്ല. എന്തായാലും ഇവിടുത്തെ അടുക്കളയിൽ കയറി ജോലി ചെയ്യാൻ എന്നെ കൊണ്ടാവില്ല. വീട്ടിലടക്കം ഒരു പണി പോലും എന്റെ അമ്മ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടില്ല.
നിങ്ങൾ പെണ്ണ് കാണാൻ വന്നപ്പോ എന്തൊക്കെയാ പറഞ്ഞത്? ഒരു പണിയും ചെയ്യേണ്ട മഹാറാണിയെ പോലെ ജീവിക്കാം, ഉള്ള സ്വത്ത് മൊത്തം എന്റെ ആണെന്നൊക്കെ അല്ലേ? എന്നിട്ട് ഇപ്പോഴത്തെ വേലക്കാരിയൊക്കെ നോക്കുക. ഓ അപ്പൊ ഈ സ്വത്ത് കണ്ടിട്ടാണ് നീ കല്യാണം സമ്മതിച്ചത്? ഓ എന്റെ ഏട്ടാ, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. എന്തായാലും ഇവിടെ മറ്റുള്ളവരുടെ കാര്യം നോക്കി എനിക്ക് ഇവിടെ ഇരിക്കാൻ പറ്റില്ല. എന്റെ മോളെ, നീ വന്നിട്ട് ഇവിടെ 2 മാസമല്ലേ ഉള്ളൂ. ഇത്രയും കാലമായിട്ട് ഇവിടുത്തെ എല്ലാവരുടെ കാര്യം നോക്കിയത് ഏട്ടത്തിയമ്മ. അവർക്ക് വിവരമില്ലാണ്ട് ഞാനും അതുപോലെയാണെന്ന് നിങ്ങൾ പറയുന്നത്? ഓ ഇനി മറ്റുള്ളവരുടെ കാര്യത്തിനോട് നമ്മൾ തമ്മിൽ അടിയാകണ്ട. ഫോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ഏത് ഹോസ്പിറ്റലാണെന്ന് അറിയാം. എന്തായാലും വരട്ടെ, അതൊരു സമാധാനമായിരിക്കും. എത്തിയോ മാറണം. നീയേ കാറിന്ന് പിറങ്ങാൻ നിൽക്കണ്ട, ഞാൻ പറഞ്ഞിട്ട് ഇറങ്ങിയാ മതി. എങ്ങനെയായിരുന്നു ട്രിപ്പൊക്കെ? അടിച്ചു വിളിച്ചോ? ഓ ട്രിപ്പൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ അമ്മ പറഞ്ഞു ഹോസ്പിറ്റലിൽ പോയെന്ന്. റിസൾട്ട് എന്തേ? ആ പൂജ നിക്ക് നിക്ക്, എന്തേ കാണിക്കുന്നത്? ഡോക്ടർ എന്താ പറഞ്ഞു നിന്നോട്? ശ്രദ്ധിക്കണമെന്നല്ലേ? വാ ഒരു മിനിറ്റ് പോരാ. അതെ, നീ ഇവിടെ റീൽസും കണ്ടിരുന്നോ? അവരെത്തി. വന്നോ? എന്നിട്ട് റിസൾട്ട് എന്തായി? പോസിറ്റീവാ?